സന്ദീപിന്റെ വരവിനെ പറ്റി ഞാൻ അറിഞ്ഞിരുന്നു. അമ്മയും മുത്തശ്ശിയും കൂടെ ഉണ്ടല്ലേ? ആ ഉണ്ട്. വിദ്യാമ്മയ്ക്കറിയാലോ, ഞാൻ ദേവൂട്ടി വിവാഹം കഴിക്കുന്നതിൽ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല. ദേവൂട്ടിയോടുള്ള അമ്മയുടെ അനിഷ്ടം എങ്ങനെയെങ്കിലും മാറ്റിയെടുത്ത് അമ്മയെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കണമെന്ന് സാക്ഷാൽ മൂകാംബിക ദേവിയോട് പ്രാർത്ഥിക്കാനാ ഞാൻ വന്നത്. പക്ഷേ അമ്മയുടെ വരവിന്റെ ഉദ്ദേശം മകന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതെ, രണ്ടുപേർക്കും മൂകാംബി അമ്മയോട് പ്രാർത്ഥിക്കാനുള്ളത് ദേവൂട്ടിയുടെ കാര്യമാണ്. അമ്മയുടെ മനസ്സിൽ അവളോടുള്ള അനിഷ്ടം മാറി കല്യാണത്തിന് സമ്മതിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതേ അമ്മ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ദേവൂട്ടിയെ പിഴുതെറിയാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് കൊള്ളാലോ. അപ്പോ സാക്ഷാൽ ദേവി എന്ത് ചെയ്യും? അതൊരു വലിയ പേടിയാണ്. അതേപ്പറ്റി ഞാനും ആലോചിക്കുന്നത്. ദേവി ആരുടെ പ്രാർത്ഥനയായിരിക്കും കേൾക്കുക? എൻ്റെ പ്രാർത്ഥനയോ അതോ അമ്മയുടെയോ? വിദ്യാമ്മയ്ക്ക് എന്തു തോന്നുന്നു? അമ്മയ്ക്ക് ഭക്തരെല്ലാം ഒരുപോലെയാണ് സന്ദീപ്. എല്ലാവരുടെയും പ്രാർത്ഥന അമ്മ കേൾക്കും, അവരുടെ ആഗ്രഹം നിറവേറ്റുകയും ചെയ്യും. പക്ഷേ എല്ലാവരുടെ കാര്യത്തിലും വിധി എന്നൊന്നുണ്ട്. നമ്മുടെ തലയിൽ എഴുത്തെന്നൊക്കെ പറയില്ലേ, ആ വിധി ഇല്ലാതാക്കാനോ വിധി ഇല്ലാത്തടത്ത് അനുഗ്രഹമായി നൽകാനോ അമ്മയ്ക്കാവില്ല. എല്ലാ ശക്തികളും ഒരു ജീവന് വിധിച്ചിരിക്കുന്ന വിധി നടപ്പിലാക്കാനാവും അവരോടൊപ്പം ഉണ്ടാവുന്നത്. അവനവന്റെ വിധിയോട് അവന്റെ മനസ്സിനെ ചേർത്ത് വെക്കുകയാണ് ലക്ഷ്യം. ആത്മാർത്ഥമായ പ്രാർത്ഥന ആ വിധിഹിതം നടപ്പിലാക്കാൻ നമ്മെ സഹായിക്കും. ഇവിടെ സന്ദീപിന്റെയും അമ്മയുടെയും പ്രാർത്ഥന എന്ത് തന്നെ ആയാലും ദേവൂട്ടിക്ക് വിധിച്ചിരിക്കുന്നതാവും അവളുടെ കാര്യത്തിൽ സംഭവിക്കുക. അതുകൊണ്ട് കൂടുതൽ ആലോചിക്കാതെ സ്വന്തം പ്രാർത്ഥനയിൽ മുഴുകുക. പിന്നെയുള്ളത് വിധിയാണ്. എല്ലാം അതിന്റെ വിധി പോലെ നടക്കും. ശരിയാ, ഞാനും എൻ്റെ കാര്യം വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക. എന്നാ ഓട്ടെ വിദ്യാമ്മേ. എന്താ ഘോര, നമുക്ക് സന്തോഷിക്കാൻ മാത്രം എന്തോ സംഭവിച്ചു എന്ന് തോന്നുന്നല്ലോ. ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിനേക്കാൾ സുഖം അവന്റെ പരാജയഭീതി ആഘോഷിക്കുന്നതാണ് വിക്രമ. എന്താ ഘോര, ആ പെൺകുട്ടിക്കോ ദേവൂട്ടിക്കോ എന്തെങ്കിലും? അവരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരെ നിരന്തരം സഹായിക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ടല്ലോ, ഒരു ജാലവിദ്യക്കാരി. അവളിപ്പോ വിധി പോലെ എല്ലാം നടക്കുമെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വിധി പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആരൊക്കെ എന്തൊക്കെ വിധിച്ചാലും ഈ ഉഗ്രസേന അഘോര അതെല്ലാം മാറ്റിയെഴുതും. അതിപ്പോ ആ ജാലവിദ്യക്കാരിക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവൾ വിധിയെന്നോർത്ത് സമാധാനിക്കാൻ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്. ദേവൂട്ടിയെ സ്വന്തമാക്കാൻ ആ സന്ദീപ് എന്തായാലും ശ്രമിക്കാതിരിക്കില്ല. അവൻ എത്ര വേണമെങ്കിലും ശ്രമിച്ചോട്ടെ. പക്ഷേ ആരൊക്കെ ഒപ്പം നിന്ന് അവനെ സഹായിച്ചാലും അവൻ ആഗ്രഹിക്കുന്നത് നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഗഹ, ആ ഊമപ്പെണ്ണ് നിന്റെ അടുത്ത് തന്നെ വന്നു ചേരും. അതാണ് ഈ ഉഗ്രസേന അഘോര വിധിച്ചിരിക്കുന്ന ശിക്ഷ. പിന്നെ ദേവശക്തിയായും ദേവീശക്തിയായും ഇടവും വലവും നിന്ന് സംരക്ഷിക്കുന്ന ആ ബാലികയുണ്ടല്ലോ, അതീ ഘോരയുടെ ബലിപീഠത്തിലേക്കുള്ള ജീവനാണ്. യാഗം സമാപിക്കുന്ന അന്നുവരെ അവക്ക് ഈ ഉഗ്രസേന അഘോര ആയുസ് വിധിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക്
ആര് വിധിച്ചാലും അവൾ ജീവനോടിരിക്കില്ല.